വിദ്യാ ബാലകൃഷ്ണന് പിന്നാലെ ഷാഫി പറമ്പിൽ, ഡീൻ കുര്യാക്കോസ് എന്നിവർക്കും ഉന്നത പദവികൾ വാഗ്ദാനം ചെയ്ത് ഡൽഹിയിൽ നിന്ന് ഫോൺ കോളുകളെത്തി. പ്രിയങ്ക ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പരാതിയിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. അതിനിടെ സിം കാർഡിലെ വിലാസം തേടി കോഴിക്കോട് നിന്നുള്ള പോലീസുകാർ ഡൽഹിക്ക് പുറപ്പെട്ടിട്ടുമുണ്ട്. കമലാണ് വിവരങ്ങളുമായി ചേരുന്നത്. കമൽ, വിദ്യാ ബാലകൃഷ്ണന് പിന്നാലെ ഷാഫി പറമ്പിലിനും ഡീൻ കുര്യാക്കോസിനും ഉൾപ്പെടെ ഈ കോളുകൾ എത്തിയ സാഹചര്യത്തിൽ വിപുലമായ അന്വേഷണത്തിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യമാണല്ലോ. കേസെടുത്തടക്കം എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്? രതീഷ്, കോഴിക്കോട് നിന്ന് പോലീസ് സംഘം എന്തായാലും ഡൽഹിയിലേക്ക് പോവുകയാണ്. ഡൽഹിയിൽ നിന്നാണ് ഡൽഹിയിലാണ് ഈ സിം കാർഡ് എടുത്തിരിക്കുന്നതെന്ന അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അതായത് പ്രിയങ്ക ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രാജ്കുമാറിന്റെ പേരിൽ മറ്റൊരു സിം കാർഡിൽ നിന്നാണ് ഈ കോളുകൾ വന്നിരിക്കുന്നത്. രാജ്കുമാറിന്റെ പരാതിയിൽ വയനാട് സൈബർ പോലീസും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. രാജ്കുമാർ DGPക്കും അതുപോലെ വയനാട് ജില്ലാ പോലീസ് മേധാവിക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ആദ്യം പുറത്തു വന്നത് വിദ്യാ ബാലകൃഷ്ണൻ MLA മന്ത്രിയാക്കാം, 3 കോടി രൂപ തന്നാൽ മന്ത്രിയാക്കാം എന്ന പേരിൽ ഒരു ഫോൺ കോൾ വന്നു എന്നതായിരുന്നു. അവരുടെ പരാതിയിലാണ് കോഴിക്കോട് കേസെടുത്തത്. അതിനു പിന്നാലെയാണ് ഈ ഷാഫി പറമ്പിലിനും അതുപോലെ ഡീൻ കുര്യാക്കോസിനും കോളുകൾ വന്നു എന്ന് വ്യക്തമാകുന്നത്. അത് രാജ്കുമാറിന്റെ പരാതിയിൽ നിന്നാണ് ആ വിവരങ്ങൾ പുറത്തുവരുന്നത്. അതായത് ഉന്നത പദവികൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ MP മാർക്ക് കോൾ വന്നത്. എന്തായാലും വിപുലമായ ഒരു തട്ടിപ്പിനുള്ള ശ്രമം തന്നെയാണ് നടന്നിരിക്കുന്നതെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. വളരെ ഗൗരവത്തിലാണ് പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. രതീഷ്, ഗൗരവത്തിൽ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഉന്നത പദവികൾ വാഗ്ദാനം ചെയ്ത് ഡൽഹിയിൽ നിന്ന് ഫോൺ കോളുകൾ എത്തി എന്നതാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ, ഡീൻ കുര്യാക്കോസ് എന്നിവരെ കൂടി സമീപിച്ചിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പോലീസിൽ പരാതി നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണനെ മന്ത്രിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 3 കോടി രൂപ ആവശ്യപ്പെട്ട സംഭവത്തിലും കേസെടുത്തിട്ടുണ്ട്. ഡൽഹിയിലേക്ക് കേരള പോലീസ് സംഘം അന്വേഷണത്തിന്റെ ഭാഗമായി വിശദവിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പോവുകയുമാണ്.